ഹലോ ഗായ്സ്, ആതിര വ്ളോഗ്സിലെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഓവറായി പറഞ്ഞൊന്നറിയില്ല. അപ്പം ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികളെല്ലാവരും നേരത്തെ എണീറ്റു കേട്ടോ. സ്കൂളുണ്ടെങ്കിൽ അതല്ല അവസ്ഥ. ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ പാലൊക്കെ തിളച്ച് പോയേ. പിന്നെ അതൊക്കെ ഓഫാക്കി ഞാൻ വേഗം കുളിച്ചൊക്കെ വന്ന് രാവിലത്തെ ഭക്ഷണത്തിന് പണി നോക്കുകയാണ് കേട്ടോ. അവരപ്പോഴേക്ക് എണീറ്റ് വന്നു കേട്ടോ. അവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ ഉറങ്ങായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പുറത്ത് നിന്നിട്ട് അവരുടെ കളി. അവരെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെയും കൂടെ ശല്യപ്പെടുത്തണമല്ലോ. ഞാനാണ് അവരെ വിട്ടാക്കിയതിട്ട് അച്ഛനെ ശല്യം ചെയ്യും പറഞ്ഞിട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ കിടന്നുറങ്ങണത് കണ്ടാൽ സഹിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ്, കമൻറ്റ് ചെയ്യണേ. പിന്നെ രാവിലേക്ക് ദോശയായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി മെല്ലെ എണീറ്റത്. ദോശയൊക്കെ ഉണ്ടാക്കി, ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചട്നി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി രാവിലത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നുള്ളൂ കേട്ടോ. പിന്നെ അപ്പം അതിനൊപ്പം തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ തന്നെ ആദ്യം വേഗം ഒരു ദോശ എടുത്ത് കഴിച്ചു. പിന്നെ കുഞ്ഞൂസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കി കേട്ടോ. കുഞ്ഞൂസിന് മാൾട്ടിക്കൊക്കെ ചെറിയ ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ അവർ കളിച്ചുകൊണ്ടേ കഴിച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ആമയുടെയും ആനയുടെയൊക്കെ ഷേപ്പിൽ വേണം പറയേ. ഞാൻ ആനേനെ ഉണ്ടാക്കി ആമയാവും, ആമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോഴിയാവും. അതാണ് അവസ്ഥ. എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ദോശ മാളൂട്ടിക്ക് ഇതിന് നെയ്യൊക്കെ വേണം പറഞ്ഞപ്പോൾ നെയ്യൊക്കെ വെച്ചുണ്ടാക്കി കൊടുത്തേ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ നല്ലെണ്ണ വെച്ചുണ്ടാക്കണം കേട്ടോ. അതിൻ്റെ സ്മെല്ല് ഭയങ്കര രസമാണ്. പിന്നെ അത് ഞങ്ങളുടെ തോട്ടമാണ് കേട്ടോ. ഒരു ചെറിയ കുഞ്ഞു തോട്ടം. മാളൂട്ടി കൃഷി ചെയ്തതാണ് കേട്ടോ. വെണ്ടയ്ക്ക തൈ കുത്തിയിട്ടതാണ്. അപ്പോൾ ആദ്യത്തെ വെണ്ടയ്ക്ക അവളെന്നെ പൊട്ടിച്ച് അവളെ കൊണ്ട് തീറ്റിപ്പിച്ചു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കിയേ. കുറേ ദിവസമായിട്ട് നല്ല ചീര കിട്ടിയിട്ട്, അപ്പോൾ നല്ലൊരു ചീര കിട്ടിയപ്പോൾ അത് കറി വയ്ക്കാൻ വിചാരിച്ചേ. എന്നിട്ട് ഉച്ചയ്ക്ക് ചീരയാണ് കേട്ടോ കറി വെച്ചത്. അപ്പോൾ പരിപ്പൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് ആദ്യം വേവാൻ വെച്ചു, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അതിനിടയിൽ കുഞ്ഞൂസ് വന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് കേട്ടോ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ കാലിൻ ചോട്ടിൽ കിടന്ന് ഇങ്ങനെ എഴഞ്ഞിട്ടേ ഇരിക്കും കേട്ടോ. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ എൻ്റെ പണികൾ ആദ്യം നോക്കേ, എന്തെങ്കിലുമൊക്കെ സമാധാനിപ്പിക്കാൻ ബിസ്ക്കറ്റ് റസ്ക്കൊക്കെ കൊടുക്കും. എന്നിട്ട് ചീര കറി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചീര മാത്രം കൂട്ടി എങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കേട്ടോ. ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ നിറയെ വെളിച്ചെണ്ണയൊക്കെ വെച്ചുണ്ടാക്കണം ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു വെജിറ്റബിൾ കട്ടർ വാങ്ങിയതുകൊണ്ടല്ലേ എനിക്ക് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനും നല്ല എളുപ്പമായിട്ടോ. ഞാൻ ഉള്ളിയും മുട്ടയും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരൊറ്റ 2-3 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പോൾ നല്ല സൂപ്പറായി മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി. ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല സൂപ്പറായി ചോറുണ്ട് കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എന്താണ് പിന്നെ അടുത്ത പരിപാടി, ഇന്ന് ഞങ്ങൾ ടാങ്ക് കഴുകാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നടന്നോ ഇല്ലേ എന്നുള്ളത് ഞാൻ അടുത്തൊരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്, വേറെ ഒന്നുമല്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എല്ലാ വീഡിയോസും കാണണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അതൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ഞങ്ങൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് നല്ല സൂപ്പറായി ഭക്ഷണം കഴിച്ച് അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. ടാറ്റാ.